ഇപ്പോൾ കുട്ടികൾ കൂടുതലും തിരഞ്ഞെടുക്കുന്ന രണ്ട് കൺട്രീസാണ് ഫിൻലൻഡ് ആൻഡ് സ്വീഡൻ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഷൈൻ ബ്രോയുടെ വൈ ഫിൻലൻഡ് വൈ സ്വീഡൻ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. അപ്പം എക്കണോമിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് യൂറോപ്യൻ കൺട്രീസാണ് സ്വീഡനും ഫിൻലാൻഡും എന്ന് പറയുന്നത്. ഈ രണ്ട് കൺട്രീസിലും ഇവർക്ക് ഇവിടെ പോപ്പുലേഷൻസ് കമ്പാരിറ്റീവ്ലി കുറവായത് കാരണം ഇവർക്ക് ഒരുപാട് ടെക്നിക്കൽ ഫീൽഡിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരുപാട് മാൻ പവേഴ്സിന് ആവശ്യമുണ്ട്. അതായത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ രണ്ട് കൺട്രീസിലും ഉണ്ട്. പ്ലസ് ഈ രണ്ട് കൺട്രീസിലേക്കും സ്പൗസുമായിട്ട് അതായത് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഭയങ്കര ഒരു ഹൈലൈറ്റ് പോയിന്റ് ആണ്. മാത്രമല്ല PR ഒക്കെ കിട്ടാൻ ഒന്നുകൂടെ മറ്റു യൂറോപ്യൻ കൺട്രീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഈസി ആയിട്ട് PR കിട്ടാൻ പറ്റുന്ന രണ്ട് കൺട്രീസാണ് ഇത് വരുന്നല്ലേ. ഇപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിരിക്കും അവർ ഇപ്പോൾ ഫിൻലൻഡിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും പഠിക്കുന്ന കോഴ്സിനൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ സാധ്യത? ഒരുവിധം എല്ലാ യൂറോപ്യൻ കൺട്രീസിലും നമുക്ക് പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ 20 hours അല്ലെങ്കിൽ അതിൽ താഴേക്കാണ് വർക്ക് ചെയ്യാൻ പറ്റുക. അതെ, പക്ഷേ ഈ ഫിൻലാൻഡിലും സ്വീഡനിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വീഡനിൽ പാർട്ട്നേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിനും ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അതായത് വർക്കിന് ഒരു ലിമിറ്റും ഇല്ല. പിന്നെ ഫിൻലാൻഡിലാണെങ്കിലും സ്റ്റുഡൻറ്റിന് 30 hours വർക്ക് ചെയ്യാൻ പറ്റും, പാർട്ട്ണർക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം എക്സ്പെൻസ് ഒക്കെ ഈസി ആയിട്ട് കവർ ചെയ്യും. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും വിസിറ്റ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്, ഈ രണ്ട് രാജ്യങ്ങളിലെയും ഒരു സ്ട്രോങ് പോയിന്റും ഒരു വീക്ക് പോയിന്റും ഷൈൻ ബ്രോ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ രണ്ട് കൺട്രീസിലും ആക്ച്വലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും IT ആണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് രണ്ട് കൺട്രിയിലുണ്ട്. ഇപ്പോൾ IKEA അതുപോലെ H&M തുടങ്ങിയ MNCസിൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്താൽ രണ്ടും ബെസ്റ്റ് കൺട്രീസ് തന്നെയാണ്. പിന്നെ ചെറിയൊരു വീക്ക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അത് ഈ ഫിന്നിഷ് ലാംഗ്വേജ് ഫിൻലാൻഡിൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒന്നുകൂടി കൂടും. പക്ഷേ അതിനുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി തന്നെ ഫ്രീ ആയിട്ട് ഫിന്നിഷ് ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത് കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാലും 2-3 മാസത്തെ ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവും. ആ കൺട്രി ഏത് കൺട്രിയിലാണോ പോകുന്നത് അവിടുത്തെ ഒരു ലാംഗ്വേജ് നമ്മൾ ഒരു ബേസിക് ലാംഗ്വേജ് നോളജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ ഒരു ജോബ് ഹണ്ടിനും ഒക്കെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള കോഴ്സുകളിലേക്ക് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ശരിക്കും അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ് ആണെങ്കിലും ഈവൻ ഒരു 45-50% മാർക്കുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് രണ്ട് കൺട്രീസിലുണ്ട്. IELTSൻ്റെ ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പോകുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 40-45 ഈവൻ ഒരു 50 ബിലോ ഏജുള്ള ആളുകൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് രണ്ട് കൺട്രിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ്. പിന്നെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഈ കുറച്ച് ഏജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഗ്യാപ്പൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് ഈ രണ്ട് കൺട്രീസും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇൻടേക്സ് ഒക്കെ എപ്പോഴാണ്? ഇൻടേക്സ് രണ്ട് കൺട്രിയിലേക്കും ഇപ്പം സ്റ്റിൽ ഓപ്പൺ ആണ്. ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അതുപോലെ ജനുവരി ഇൻടേക്കും ഓപ്പൺ ആണ്.